നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPM ഞെട്ടിവിറയ്ക്കുകയാണ്. പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ED ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടത്തിയ CPM പ്രവർത്തകർക്ക് ജാമ്യമില്ല. കേസിൽ ആദ്യം അറസ്റ്റിലായ 5 പ്രതികളുടെ ജാമ്യഹർജിയാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ പരിഗണിച്ചത്. പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഇക്കഴിഞ്ഞ ദിവസം കോടതി വിശദമായ വാദം കേട്ടിരുന്നു. ഒടുവിൽ ജാമ്യഹർജി തള്ളിക്കളഞ്ഞു. ആക്രമണം നടക്കുമ്പോൾ ED ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിലായിരുന്നില്ല എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. മറുവശത്ത് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ അവർ സ്വകാര്യ കാറിലാണ് യാത്ര ചെയ്തത് എന്നും ഹർജിക്കാർ വാദിച്ചു. ആക്രമിക്കപ്പെട്ട വാഹനം EDയുടെ ഔദ്യോഗിക വാഹനമല്ല, അതുകൊണ്ട് പൊതുമുതൽ നശിപ്പിച്ചുവെന്ന കുറ്റം നിലനിൽക്കില്ല എന്നാണ് ഹർജിക്കാർ വാദിച്ചത്. എന്നാൽ പ്രതിഭാഗത്തിൻ്റെ വാദം പ്രോസിക്യൂഷൻ പൊളിച്ചടുക്കി. ED ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയതാണ്. റെയ്ഡ് കഴിഞ്ഞ് തിരികെ ഓഫീസിലെത്തുന്നതുവരെ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിൽ തന്നെ. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന കുറ്റം നിലനിൽക്കും. ഒരു വാഹനം വാടകയ്ക്കെടുത്താലും അത് ഔദ്യോഗിക വാഹനമായി കണക്കാക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയോട് പറഞ്ഞു. പ്രോസിക്യൂഷന്റെ എല്ലാ വാദങ്ങളും അംഗീകരിച്ചുകൊണ്ടാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളഞ്ഞത്. CPM പ്രവർത്തകരായ ശ്രീജിത്ത്, ജിതിൻ രാജ്, മനോജ്, ജീവൻ, ഷാഹിൻ എന്നിവരാണ് കേസിൽ ആദ്യ ദിവസം അറസ്റ്റിലായത്. ഇവരുൾപ്പെടെ 30ഓളം CPM പ്രവർത്തകർ ഇതിനകം അറസ്റ്റിലായി. 200 പേരെ തേടിയാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ 200 പേരുടെ വ്യക്തിഗത വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. ഇവരെ ഒന്നൊന്നായി അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ്. രാജ്യത്തിനെതിരായ കുറ്റകൃത്യം തന്നെ എന്ന് കോടതി നിരീക്ഷിച്ചു. ഭാവിയിൽ ഒരുപക്ഷെ CBI ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഈ കേസെടുക്കാനുള്ള സാധ്യതയാണ് ഇവിടെ തെളിയുന്നത്. ഒപ്പം UAPA ചുമത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. 200ഓളം CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നതോടെ കേസിൽ മറ്റൊരു മാനം കൂടി വരും. പ്രതിപ്പട്ടിക അതിവേഗം പോലീസ് തയ്യാറാക്കി വരുന്നു. കേസിൽ അറസ്റ്റിലായ പ്രതികളെ രക്ഷിക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. മറുവശത്ത് പോലീസ് ഒന്നൊന്നായി പ്രവർത്തകരെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ നിസ്സംഗതയോടെ നോക്കി നിൽക്കേണ്ടി വരുന്നു പാർട്ടിക്ക്. ആദ്യം അറസ്റ്റിലായ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയതോടെ ബാക്കി പ്രതികൾ വലിയ ഭയപ്പാടിലാണ്. പലരും നഗരം വിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയി ഒളിവിൽ കഴിയുന്നു. ഒട്ടനവധി CPM പ്രവർത്തകർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നു. അറസ്റ്റ് ഭയന്ന് പ്രാദേശിക നേതാക്കളടക്കം ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് വിട്ടുനിൽക്കുന്നു. കേസിൽ അറസ്റ്റിലായ പ്രതികൾ ഏതൊക്കെ മൊഴികൾ നൽകി എന്നതിലും ഇപ്പോൾ പുറത്തേക്ക് വാർത്തകൾ വരുന്നില്ല. അവർ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ പേര് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെളിപ്പെടുത്തിയോ? അങ്ങനെയെങ്കിൽ കൂടുതൽ ഭയാനകമായിരിക്കും ഇനി പാർട്ടി നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ. തിരുവനന്തപുരത്ത് പ്രശസ്തനായ മുൻ കൗൺസിലർ IP ബിനുവിൻ്റെ അറസ്റ്റാണ് തലസ്ഥാനത്തെ പാർട്ടി പ്രവർത്തകരെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുന്നത്. IP ബിനുവിനെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ല എന്ന് പാർട്ടി നേതാക്കൾ തിരിച്ചറിഞ്ഞു. ED ഉദ്യോഗസ്ഥർക്ക് നേരെ IP ബിനു ചീമുട്ടയെറിയുന്ന ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട്. IP ബിനുവിന് മുട്ട എവിടെ നിന്ന് കിട്ടി എന്ന അന്വേഷണവും പോലീസ് തുടരുന്നു. ചില നേതാക്കളാണ് തന്നെ മുട്ട ഏൽപ്പിച്ചത് എന്ന് IP ബിനു പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പറഞ്ഞു. എന്നാൽ നേതാക്കളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഇതിനിടയിൽ പ്രവർത്തകരെ വിളിച്ചു ചേർത്ത ശബ്ദരേഖ അയച്ച മുതിർന്ന നേതാക്കളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിക്കുന്നു. പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് അതീവ ഗൗരവതരമായ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത്. ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം വെറുമൊരു മർദ്ദനമല്ല, അത് രാജ്യത്തിനെതിരായ കുറ്റകൃത്യമാണ് എന്ന് കോടതി വ്യക്തമാക്കി. ഇത് ഭരണഘടനാ സംവിധാനങ്ങൾക്കെതിരെ നേരിട്ടുള്ള ആക്രമണമാണ്. ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുന്നതിനുള്ള നേരിട്ടുള്ള ശ്രമം എന്ന നിലയ്ക്കാണ് ഈ കേസിനെ കാണുന്നത് എന്നും കോടതി വിശദീകരിച്ചു. മാധ്യമങ്ങളിലൂടെ പ്രതികൾ നടത്തിയ കുറ്റകൃത്യം രാജ്യം കണ്ടതാണ് എന്നും കോടതി ഓർമ്മപ്പെടുത്തി. ഈ ആക്രമണം പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിന്റെ പുറത്തല്ല നടന്നത്. ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രിത നീക്കങ്ങളാണ് അവിടെ സംഭവിച്ചത്. മാരകായുധങ്ങളുടെ ഉപയോഗം ചൂണ്ടിക്കാട്ടിയാണ് കോടതി ആസൂത്രിതമാണ് ഈ കുറ്റകൃത്യമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇഷ്ടിക, കല്ല്, തടിക്കഷ്ണങ്ങൾ, ഇരുമ്പ് ദണ്ടുകൾ തുടങ്ങിയവയാണ് ആക്രമണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ വാഹനത്തിനുള്ളിൽ ഇരിക്കുമ്പോഴാണ് ഇത്തരമൊരു ക്രൂരകൃത്യം. ആക്രമണത്തിൽ ഡ്രൈവറുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. ഉദ്യോഗസ്ഥർ വലിയ മാനസിക വിഷമത്തിലൂടെ കടന്നുപോയി. പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം പകരുമെന്നാണ് കോടതി നിരീക്ഷിച്ചത്. വീണ വിജയനെതിരായ അന്വേഷണം കൂടുതൽ കടുപ്പത്തിലേക്ക് കടക്കുന്നു.
വീണയുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സ്വീകരിക്കുന്ന ഒരു നടപടിയാണ് പ്രതികളുടെ സ്വത്ത് മരവിപ്പിക്കൽ. വീണ ടിയുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുമെന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ട്, സ്ഥിര നിക്ഷേപം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും രേഖകളുമൊക്കെ നേരത്തെ ഇ ഡി ഉദ്യോഗസ്ഥർ ശേഖരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്വത്ത് കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ ഇ ഡി തുടങ്ങിവെച്ചത്. പിണറായിക്കെതിരെ ഇ ഡി വന്നാൽ ഞങ്ങൾ പാർട്ടിക്കാരുണ്ട്, ഇനി മകൾക്കെതിരെ ഇ ഡി വന്നാൽ ഞങ്ങളെ വിളിക്കരുത് എന്നാണ് CPM ഇപ്പോൾ പിണറായി വിജയനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. CPM കൊല്ലം ഏരിയ കമ്മിറ്റി യോഗത്തിൽ ശക്തമായ വിമർശനങ്ങൾ പിണറായിക്കെതിരെ ഉയർന്നു. നിയമസഭ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് മുഖ്യ ഉത്തരവാദി പിണറായി വിജയനാണ്. തോറ്റു തൊപ്പിയിട്ടിട്ടും പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ വോട്ടെടുപ്പ് നടത്തിയ ഒരു പാർട്ടി, ഇനി ആര് കടന്നുവരും ഈ പാർട്ടിയിലേക്കെന്ന് അംഗങ്ങൾ ചോദിക്കുന്നു. പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പിണറായി അടിയന്തരമായി പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടത്. സംസ്ഥാന സെൻറ്റർ വലിയ പരാജയമായി, മുഴുവൻ അഴിച്ചുപണിയാണ് പാർട്ടിക്ക് വേണ്ടത് എന്ന് കൊല്ലം ഏരിയ കമ്മിറ്റി പറയുന്നു. TV കമ്പനിയുടെ പരസ്യം പോലെ പിണറായിയുടെ പടം മാത്രം വെച്ച് നാട്ടിൽ മുഴുവൻ ബോർഡുകൾ പ്രദർശിപ്പിച്ചു. കാലഹരണപ്പെട്ട PR തന്ത്രം ഉപദേശിച്ചു കൊടുത്ത PR കമ്പനിയെക്കുറിച്ച് അന്വേഷണം വേണമെന്നാണ് കൊല്ലം ഏരിയ കമ്മിറ്റി പറയുന്നത്. വീണ വിജയനെതിരെ ഇനി ഇ ഡി വന്നാൽ പാർട്ടിയെ വിളിക്കരുത് എന്ന് കൊല്ലം ഏരിയ കമ്മിറ്റി ശക്തമായ ഭാഷയിൽ പറഞ്ഞു. പാർട്ടിയെ ഇത് വലിയ പ്രതിരോധത്തിലാഴ്ത്തി. പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ അടക്കം ജയിലഴി എണ്ണുന്നത് മുതിർന്ന നേതാക്കളെ പോലും വിറപ്പിക്കുന്നു. അവർ ആരെങ്കിലും തങ്ങൾക്കെതിരെ മൊഴി നൽകിയാൽ തങ്ങൾ കൂടി ജയിലഴിക്കുള്ളിൽ പോയി കിടക്കേണ്ടി വരും എന്നതാണ് അവസ്ഥ. ഇ ഡി സംഘത്തിനെതിരായ നീക്കത്തിൽ പാർട്ടി വിറളി പിടിച്ചോടുകയാണ്. ഒരു വിധത്തിലും പാർട്ടി പ്രവർത്തകരെ രക്ഷിക്കാൻ കഴിയുന്നില്ല എന്നവർ തിരിച്ചറിയുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് CPM പ്രവർത്തകർക്ക് വേണ്ട ഒത്താശയൊന്നും ലഭിക്കുന്നില്ല. ആഭ്യന്തര വകുപ്പ് കൃത്യതയോടെ പോലീസ് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും വിധത്തിൽ പാർട്ടി പ്രവർത്തകരെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നു. IP ബിനു ഉൾപ്പെടെയുള്ള പാർട്ടി പ്രാദേശിക നേതാക്കൾ ചുരുക്കത്തിൽ വർഷങ്ങൾ ഇനി ജയിലഴി എണ്ണും. അതുതന്നെയാണ് ഈ കേസിലെ ഏറ്റവും വലിയ മാനവും. മറുവശത്ത് വീണ വിജയനെ രക്ഷിക്കാൻ ഇനി പാർട്ടി എത്തില്ല എന്ന് പാർട്ടി തന്നെ വിളിച്ചു പറയുന്ന ഏറ്റവും ദുർഘട സ്ഥിതിയിലും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.